സാർ, ഈ CPM-ന്റെ പ്രഖ്യാപിത രാഷ്ട്രീയ നയങ്ങളെ ഒറ്റുകൊടുക്കുന്നതാണ് RSSുമായുള്ള ബന്ധമെന്നാണ് അവർ പണ്ടേ പറയുന്നത്. പക്ഷേ ഇപ്പോൾ PV അൻവർ തുടക്കം മുതൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് RSS CPM ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പിണറായി വിജയനും RSSും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അങ്ങനെയാണ് എങ്കിൽ, അത്രത്തോളം ബന്ധം അവർ തമ്മിലുണ്ട് എങ്കിൽ, ഈ ചോദ്യം എത്ര വിവരക്കേടാണ് എന്ന് എനിക്കറിയില്ല, എങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെയാണ് എങ്കിൽ യെച്ചൂരിക്ക് ശേഷം ദേശീയ നേതൃത്വത്തിൽ ദേശീയ സെക്രട്ടറിയായി CPM-ന്റെ ദേശീയ സെക്രട്ടറിയായി വരുന്നത് ഇനി ഒരു RSSകാരനായിരിക്കുമോ? അല്ല, ചോദ്യം കുസൃതി ചോദ്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം രാഷ്ട്രീയം നമ്മളുടെ കുസൃതികൾക്ക് അപ്പുറത്തേക്ക് വളരുകയും വികസിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ RSSൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നും എക്കാലത്തും എന്താണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ്. കമ്മ്യൂണിസത്തെ ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ RSSന് കഴിയില്ല. RSS അതിശക്തമായിട്ട് അതിനെ എക്കാലത്തും എതിർത്തിട്ടുണ്ട്, ഇപ്പോഴും എതിർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും RSSും തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കുക എന്ന് പറയുന്നത് അപ്രസക്തവും അസംബന്ധവുമാണ് എന്നാണ് നമുക്ക് രാഷ്ട്രീയമായിട്ട് വിലയിരുത്താൻ കഴിയുള്ളൂ. പക്ഷേ നമുക്കറിയാം, ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും RSSൻ്റെ സഹായം CPM-ന്റെ ചില രാഷ്ട്രീയ നേതാക്കൾ തേടുന്നു എന്ന് പറയുന്ന വാർത്തയൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം വന്നിരിക്കുന്നത്. ആ വാർത്തയിൽ ഊന്നിയാണ് PV അൻവർ തൻ്റെ എല്ലാ പത്രസമ്മേളനങ്ങളും നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ RSSുമായിട്ട് രഹസ്യബന്ധം പുലർത്തുന്നതെന്ന് കൂടി അദ്ദേഹം പ്രഖ്യാപിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം എന്തിനാണ് CPM-നും RSSനും രണ്ട് സെക്രട്ടറിമാർ, ഒരാൾ പോരെ എന്നുള്ള ചോദ്യം വരുന്നത്. പക്ഷേ രാഷ്ട്രീയമായിട്ട് അത് ശരിയല്ലെന്നുള്ള അഭിപ്രായക്കാരനെ. അതെന്താണ് സാർ അങ്ങനെ? കാരണം പാർട്ടിക്കകത്തുള്ള അണികൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. ഇപ്പോൾ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയാണ്. അദ്ദേഹമാണ് RSSുമായി, ഇപ്പോൾ RSSൻ്റെ തത്വശാസ്ത്രങ്ങളുമായി ഒരിക്കലും ഇടതുപക്ഷത്തിന് ഒത്തുപോകാൻ കഴിയില്ല, തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ വിരുദ്ധരായി കാണുന്ന രണ്ടുപേർ ഒന്നിക്കുന്നു, ഒരുമിച്ച് നിൽക്കുന്നു, കൂടിക്കാഴ്ചകൾ നടത്തുന്നു, രഹസ്യ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും സാർ ഇതിന് പിന്നിലുള്ളത്? കാരണം ഈ പാവപ്പെട്ട അണികൾ താഴെ കിടന്ന്, അല്ലെങ്കിൽ താഴെ തട്ടിൽ നിന്നുകൊണ്ട് ഇതൊന്നും PV അൻവർ ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല, ഇതൊന്നും ശരിയല്ല, RSSുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, പണ്ട് പിണറായിക്ക് കോടികൾ വില പറഞ്ഞ, പിണറായിയുടെ തലയ്ക്ക് 1 കോടിയോളം RSS വില പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സജി ചെറിയാൻ ഇന്ന് വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് RSSനെതിരെ. അപ്പോൾ ഒരു ഭാഗത്തൂടെ തഴുകുകയും മറുഭാഗത്തൂടെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായി അടിക്കുകയും ചെയ്യുന്ന ഒരു രീതിയല്ലേ ഇപ്പോൾ ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. ഇതിലിപ്പോൾ RSS മൗനം പാലിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് RSS ഇത് തുറന്ന് ഞങ്ങൾക്ക് അവരുമായി ബന്ധമില്ല എന്ന് പറയുന്നില്ല എന്നുള്ളതൊരു ചോദ്യം ഒരു ഭാഗത്ത് നിൽപ്പുണ്ട്. ഇടതുപക്ഷമാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് മുഖ്യമന്ത്രി പരസ്യമായി അതിനെക്കുറിച്ച് പറയുന്നുമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയണ്ടേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് ഉറപ്പിച്ച് പറയണ്ടേ, അങ്ങനെ പറയുന്നുമില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം? അല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളുടെ പൊതുവേദികളിൽ വന്ന് പരസ്പരം കുറ്റം പറയും, എല്ലാ നേതാക്കളും. എന്നിട്ട് തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇവർ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് വലിയ സ്നേഹവായ്പും വലിയ ബന്ധങ്ങളാണ്. അതവരുടെ സ്വകാര്യമായ ഇടപാടുകളായിട്ട് ആളുകൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ അങ്ങനെ സ്വകാര്യമായ ഒരു ഇടവും അതേപോലെ പൊതുവായ ഇടവും എന്ന് പറയുന്ന ഇതില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒറ്റ ഇടത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് വന്നിരിക്കുന്നൊരു മാറ്റമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അൻവറിൻ്റെ തന്നെ പത്രസമ്മേളനത്തിൽ കേട്ട ഒരു വാചകം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മടി വീർത്തിരിക്കുകയാണ് എന്നാണ്. അത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ അത് ഏറ്റെടുക്കാനോ ചർച്ച ചെയ്യാനോ മാധ്യമങ്ങളൊന്നും തയ്യാറായില്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ തമ്മിലുള്ളൊരു നെക്സസ് എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ വളരെ നിഗൂഢമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് കേരളത്തിൽ അതിഭീകരമായി വളർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവർ നിയമസഭയിലും അതേപോലെ തന്നെ പുറത്തും അലറിക്കേറി പരസ്പരം കൊന്നു തിന്നാൻ നടക്കുന്നവരാണ് എന്ന് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തുകയും പിന്നീട് അവർ സ്വകാര്യ ഇടങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആത്മസുഹൃത്തുക്കളായി പലതരം കാര്യങ്ങൾ നടത്തുകയും പല ബിസിനസ് പ്രക്രിയകളിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പം ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ, നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇന്ന് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല,
പകരം അത് അധികാരത്തിന് വേണ്ടി ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി, അധികാരത്തിനും ബിസിനസ്സിനും വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. അപ്പോൾ രാഷ്ട്രീയത്തിന് വന്നിരിക്കുന്ന വലിയൊരു മാറ്റമാണ്. പഴയ കാലത്ത് നമുക്കിപ്പോൾ സ്വാതന്ത്ര്യ സമര കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് ഇറങ്ങി വന്നിരുന്നതായിട്ടുള്ള നമ്മളുടെ നേതാക്കളെല്ലാം തന്നെ എത്രയോ ശക്തമായിട്ട് ആത്മത്യാഗം ചെയ്തുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും പലരും മരിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അന്ന് രാഷ്ട്രീയത്തിന് ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ലക്ഷ്യ സാക്ഷാത്കരണം, അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്നുള്ളത്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. നമ്മളുടെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഫലം അനുഭവിച്ച ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും അവരുടെ പിൻതലമുറയും പലപ്പോഴും ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്ദിരാഗാന്ധിയുടെ ഒരു കുടുംബം, അതല്ലെങ്കിൽ നെഹ്റുവിൻ്റെ കുടുംബം, അതിൻ്റെ പിന്തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ അധികാരത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെതിരെ അതിശക്തമായിട്ട് BJPയും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ വളരെ തീവ്രമായിട്ടുള്ള ഒരുപാട് സമരങ്ങൾ നടത്തി കേരളത്തിൻ്റെ മുഖച്ഛായനെ മാറ്റിയ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ അത് കൊണ്ടുനടന്നിരുന്ന നേതാക്കൾ എന്ന് പറയുന്നത് ഒറ്റമുണ്ട് ഉടുത്തവരും നഗ്നപാതരമൊക്കെ ആയിരുന്നു. അവർ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ ഗുഡ് വിൽ അംബാസിഡേഴ്സ് എന്നാണ് ഞാൻ അതിനെയൊക്കെ അവരെ വിശേഷിപ്പിക്കുന്നത്. അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കസേരയിൽ കയറിയിരുന്ന ആളുകൾ നേരത്തെ നിതിൻ ഗഡ്കരി സൂചിപ്പിച്ചതായ അധികാരമോഹികളാണ്. അപ്പോൾ ഈ അധികാരമോഹം, അധികാരം നിലനിർത്തൽ എന്നൊക്കെ പറയുന്നത് സാക്ഷാത്കരിക്കുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ സൈഡിലേക്ക് അടിച്ചു മാറ്റപ്പെടും. അപ്പോൾ രാഷ്ട്രീയം ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. നമ്മൾ അൻവറിൻ്റെ പത്രസമ്മേളനത്തിന് ഞാൻ വിലയിരുത്തിയതും ഞാൻ പറഞ്ഞതും അപ്പൊളിറ്റിക്കൽ എന്നാണ്. അതിന് യാതൊരു രാഷ്ട്രീയമില്ല, രാഷ്ട്രീയമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണം എന്ന് പറയുന്നത് കോമൺ സെൻസിനെ കേന്ദ്രീകരിച്ചായിരുന്നു. നമുക്കൊക്കെ ഉള്ള ഒരു കോമൺ സെൻസിനെ കേന്ദ്രീകരിച്ച് അതുകൊണ്ട് എളുപ്പത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി സമൂഹമായിട്ട്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പോഴാണ് ഈ രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് RSSുമായിട്ട് രഹസ്യ ബാന്ധവം ഉണ്ടാക്കുന്നതാണെന്ന് പൊതുജനം വിശ്വസിക്കുന്ന അവസ്ഥയിലെത്തിയത്. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. പഴയ കാലത്ത് ശരിയാണ്, പിണറായി വിജയനെ തേടി RSS നടന്നിരിക്കാം. കാരണം കണ്ണൂരിലെ RSS അതുപോലെ തന്നെ CPM സംഘടനത്തിൻ്റെ കാലം, ഓരോ ദിവസവും ഓരോ തലകൾ തെറിച്ച് വഴിയിൽ വീഴുന്ന കാലമായിരുന്നു. ഒരു ദിവസം RSSകാരൻ്റെ തലയാണെങ്കിൽ അടുത്ത ദിവസം മാർക്സുകാരൻ്റെ തലയായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നടന്നിരുന്നൊരു കാലത്ത് കോംപ്രമൈസ് ഇല്ല, ശരിയാണ്. അന്ന് പിണറായിയുടെ തലയ്ക്ക് കോടി ചിലപ്പോൾ വില കൽപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെ മാറി. ഇന്നവർ ഭയങ്കര സുഹൃത്തുക്കളാണ്. അതാണ് പ്രശ്നം. അല്ല സാർ, അതിൽ കൂടെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഒരിക്കലൊരു പൊതുസമ്മേളനത്തിനിടയിൽ പിണറായി വിജയൻ പറഞ്ഞതാണ്, ഊരിപ്പിടിച്ച വടിവാളിനിടയിലൂടെ നടന്നു കയറിയവനാണ്. അന്ന് ഈ RSSന്റെ വടിവാളിനിടയിലൂടെ നടന്നു കയറാൻ ഭയമില്ലാത്ത പിണറായി ഇന്നൊരു ഭയവും കൂടാതെ RSSനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നെഞ്ചോട് ചേർക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യ മുന്നണിയിൽ ഇവിടെ LDFും UDFും ഇന്ത്യ മുന്നണിക്ക് കീഴിലാണ്. ആ സമയത്തും കോൺഗ്രസിനെ ഇവിടുത്തെ CPM പരസ്യമായി തന്നെ വിമർശിച്ചിരുന്നു. അപ്പം അത് ശരിക്കും അത് നോക്കുമ്പോൾ അത് BJPയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതല്ലേ? അപ്പം അതും ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളും തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ ആ BJPയുമായുള്ള ഇവിടുത്തെ CPMന്റെ ഒരു അന്തർധാരയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അന്ന് അൻവർ അതിന്റെ കൂടെ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ DNA കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ പിണറായി അതിനെ ശരിക്കും അനുവാദം നൽകിയിട്ട് തന്നെയാണ് അങ്ങനെ ഒരു ആരോപണം ഉണ്ടായത്. അല്ല, അത് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ്. എന്ത് എത്രത്തോളം എവിടെ പറയാം എന്നുള്ളതിനൊരു പ്രസക്തിയില്ല. ശത്രുവായിരിക്കുന്ന സമയത്ത് എന്തും പറയും. കുറേ കഴിയുന്ന സമയത്ത് അവർ മിത്രമാകുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞ അവരെ കെട്ടിപ്പിടിക്കലും മുമ്പോക്കലൊക്കെ നടക്കും. അത് ഈ രാഷ്ട്രീയത്തിനകത്ത് ശക്തവും തീക്ഷ്ണവുമായിട്ടുള്ള രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് വളരെ കാലമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു അഭിപ്രായമാണ് കേരളത്തിൽ CPMും അതേപോലെ തന്നെ BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. അതുപോലെ തന്നെയാണ് CPM മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJPയും തമ്മിൽ അന്തർധാരയുണ്ട് എന്നുള്ളതാണ്. ചില ഘട്ടങ്ങളിലൊക്കെ BJPക്ക് വലിയ തരത്തിൽ വോട്ട് ചോർച്ച സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് വോട്ട് കച്ചവടമായിട്ടും വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് താല്പര്യമില്ലാതെ വരുന്ന സമയത്താണ് ആ വോട്ടുകൾ അത്രമാത്രം കുറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടുത്തെ വോട്ടിംഗ് സിസ്റ്റത്തിൽ അത് പ്രതിഫലിക്കുന്ന അങ്ങനെയാണ്. ചിലപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടായിരിക്കും, ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും. ഇപ്പോൾ നെഗറ്റീവ് വോട്ടിംഗ് സിസ്റ്റം വരുന്ന സമയത്ത് ചിലപ്പോൾ BJP പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് BJPക്ക് ചിലപ്പോൾ കിട്ടുന്നിരിക്കും. പോസിറ്റീവ് വോട്ടിങ്ങിൽ BJPക്ക് ആ വോട്ട് കിട്ടാനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലമോ അതേപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ളൊരു പാരമ്പര്യമോ കേരളത്തിലില്ല എന്ന് നമുക്കറിയാം.
പക്ഷേ ഈ മാറ്റങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവരുടെ ചർച്ചകളെല്ലാം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. കേരളത്തിൽ പക്ഷേ CPM എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വിരുദ്ധ നിലപാട് തന്നെയാണ്. കാരണം അവർ കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അവരുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് കേരളത്തിലെ മുഖ്യ ശത്രു കോൺഗ്രസ്സാണ്. കാരണം കേരളത്തിൽ അധികാരത്തെ സ്പർശിക്കാൻ ആരും എത്തൂല, BJP വരില്ല. അതുകൊണ്ട് BJP മുഖ്യ ശത്രുവായിട്ട് കണക്കാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അവരങ്ങനെ കൂടെ കണക്കാക്കുന്നത്. തന്നെ ഇപ്പൊ CPM കേരളത്തിൽ കോൺഗ്രസ് മുക്ത കേരളം എന്നെടുക്കുമ്പോൾ BJP കേന്ദ്രത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ഒരു നിലപാട് കൂടെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് ഒരേ പായിൽ കെട്ടി നമുക്ക് വായിക്കാൻ കൊണ്ടുപോകാൻ കഴിയും. അല്ല, അങ്ങനെയാണല്ലോ വരികയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ CPMൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞതിനിടയിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരൊരിക്കലും പറയാറില്ല. കാരണം BJP ആണ് ആ ഒരു മുദ്രാവാക്യം യഥാർത്ഥത്തിൽ വെച്ചത്, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത്. അത് കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല കോൺഗ്രസ് നേതാക്കളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ പാർട്ടികളൊക്കെ വേണം എന്ന് തന്നെയാണ് ഇവരെപ്പോഴും പറയാറുള്ളത്. അത് കാരണം വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ ബാലൻസിന് ഇവരെല്ലാവരും ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ ബംഗാളിലെ കാര്യം അതുപോലെ തന്നെ ത്രിപുരയിലെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവിടെയൊക്കെ ഈ കോൺഗ്രസും അതേപോലെ തന്നെ CPM തന്നെ തുടച്ചു മാറ്റപ്പെട്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. അത് ത്രിപുരയിലും ഉണ്ടായി, ബംഗാളിലുണ്ട്. വേണമെങ്കിൽ കേരളത്തിലും അത് സംഭവിക്കാം. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കേഡർമാരല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ചില ആളുകളും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ CPMനെതിരായിട്ട് ചിന്തിക്കുന്ന ആളുകളും ഒക്കെ കൂടി കൊണ്ടുപോയി വോട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിൽ നിന്ന് ഏതാണ്ട് 1 ലക്ഷത്തിന് തൊട്ട് താഴെയുള്ള വോട്ടുകൾ ഒഴുകിപ്പോയത് BJPയിലേക്കാണ്. അപ്പോൾ അവിടെ അന്തർധാര CPMഉം അതേപോലെ തന്നെ BJPയും തന്നെയാണ് എന്ന് പറയുമ്പോഴും അവിടെ സംഭവിച്ചൊരു വലിയ മാറ്റം എന്ന് പറയുന്നത്, വോട്ടുമാറ്റം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇങ്ങനെ ഒഴുകി നേരെ ചെന്ന് BJPയിൽ വീണ കാഴ്ച നമ്മൾ കാണും. അപ്പോൾ ഇതൊന്നും നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഇവരെല്ലാവരും പറയുന്നതിനനുസരിച്ചല്ല സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകുന്നുണ്ട്. ആ മാറ്റങ്ങൾ അവർ ദൈനംദിനമായി കാണുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ്. ഇപ്പോൾ CPMന് സംഭവിച്ചിരിക്കുന്ന ഒരു ദുരന്തം എന്ന് പറയും അതിൻ്റെ പ്രത്യയശാസ്ത്ര മുദ്ര തന്നെ മാഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക്. കാരണം RSSുമായിട്ട് സഖ്യത്തിലായിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്ന ചോദ്യം അണികളുടെ ഇടയ്ക്ക് നിന്ന് വരും. അപ്പോൾ ഇനി ഈ ഉള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അതിൻ്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ആ സമ്മേളനങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളീ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളായിരിക്കും. സഹാക്കൾ ഉയർത്തുന്ന ഒരു കാര്യം ഇതായിരിക്കും. കാരണം എത്രയോ സഹാക്കളാണ് ഈ RSSകാരുടെ വെട്ടുകൊണ്ട് മരിച്ചിട്ടുള്ളത്. RSSകാർ സഹാക്കളും വെട്ടിക്കൊന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ആരാണ് നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും എന്താണ്, കശാപ്പ് രാഷ്ട്രീയത്തിൻ്റെ 2 വശങ്ങൾ മാത്രമാണ്. അതിന് പൊതുസമൂഹത്തിന് ഒരിക്കലും സ്വീകരിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ ഈ വെട്ടുകൊള്ളുകയും വെട്ടാൻ നടക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ഒരു വൈകാരികതയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്താണ് CPMനെ സംബന്ധിച്ചിടത്തോളം RSS എന്ന് പറയുന്ന കൊടും ശത്രുവായിട്ട് നിൽക്കുന്നത്. അതുപോലെ RSSന് CPM കൊടും ശത്രുവാണ്. പക്ഷേ നേതാക്കൾ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. ആ പ്രതിഭാസമാണ് ഇപ്പോൾ കേരളത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്തത്. മുമ്പ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മാത്രമാണ് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? നേരത്തെ ഒരിക്കലും അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോവില്ല. ആദ്യമായിട്ടാണ് ഇതേപോലെയുള്ള ഒരു ലയനം, അമാൽഗമേഷൻ എന്നൊക്കെ പറയുന്ന പ്രോസസ്സിലേക്ക് ഈ രാഷ്ട്രീയ ചിന്തകൾ ചെന്ന് വീണിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. എന്തായാലും പിണറായി വിജയനും RSSും ഒന്നിക്കുമ്പോൾ ഇനി രണ്ടിനും കൂടി ഒരു സെക്രട്ടറി മതി എന്നുള്ള തീരുമാനം, സാറ് നേരത്തെ പറഞ്ഞതുപോലെ അതൊരു കുസൃതി കമന്റ് ആണെങ്കിൽ പോലും അങ്ങനെ സംഭവിച്ചുകൂടായികയില്ല. ഇപ്പോൾ ഒരിക്കലും RSSും CPMഉം ഒരുമിച്ച് ചേരുമെന്ന് വിചാരിച്ചവരല്ല നമ്മളാരും. ഇപ്പോഴും അവരത് തുറന്ന് സമ്മതിച്ചിട്ടില്ല എങ്കിൽ പോലും. അപ്പോൾ രാഷ്ട്രീയത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാമെന്ന് ഇനി നാളെ ഭരിക്കുമ്പോൾ തന്നെ 2.5 വർഷം RSS ഭരിക്കട്ടെ, അല്ലെങ്കിൽ BJP കേരളത്തിൽ ഭരിക്കട്ടെ, 2.5 വർഷം CPM ഭരിക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെ വരെ കാര്യങ്ങൾ മറിയാം. കാരണം അത്തരത്തിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രീയം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന് ഉത്തരം നൽകേണ്ടത്. RSSുമായുള്ള ബന്ധം ഉണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം തുറന്നു പറയട്ടെ, കാത്തിരിക്കാം.